Hello, Amrita Kairili. It's me, RJ Sneha, from Amrita Kairili Vidya Bhavan School Radio, Shraddha. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന ഒരു മഹാമേളയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതെ, ഫുട്ബോളിന്റെ ഉത്സവമായ ഫിഫ വേൾഡ് കപ്പ്. പന്ത് കാലിൽ തൊടുമ്പോൾ ആവേശം പകരുന്ന താരങ്ങളും ഗ്യാലറികളെ ഇളക്കിമറിക്കുന്ന ആരാധകരും ചരിത്രം സൃഷ്ടിക്കുന്ന മത്സരങ്ങളുമായി ലോകത്തെ ഒരുമിപ്പിക്കുന്ന ഈ കായിക മഹോത്സവത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 1863 ഇംഗ്ലണ്ടിൽ ഫുട്ബോളിന്റെ നിയമങ്ങൾ ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടു. തുടർന്ന് 1904 ഫിഫ എന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടന രൂപം കൊണ്ടു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളിലൊന്നായ ഫിഫ ലോകകപ്പ് 4 വർഷത്തിലൊരിക്കലാണ് നടത്തുന്നത്. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ നിരവധി ഇതിഹാസങ്ങൾ ജനിച്ചിട്ടുണ്ട്. ബ്രസീലിന്റെ പെലെ, അർജന്റീനയുടെ മറഡോണ, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ, അർജന്റീനയുടെ ലയണൽ മെസ്സി, ബ്രസീലിന്റെ നെയ്മർ തുടങ്ങിയവർ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ പ്രിയ താരങ്ങളാണ്. ഫുട്ബോൾ വെറുമൊരു കളിയല്ല, അത് അച്ചടക്കം, കഠിനാധ്വാനം, കൂട്ടായ്മ, സഹകരണം, നേതൃത്വ പാടവം എന്നിവ പഠിപ്പിക്കുന്ന ഒരു ജീവിത പാഠം കൂടിയാണ്. ഒരു ടീം വിജയിക്കണമെങ്കിൽ എല്ലാ കളിക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കണം. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിലും ഫുട്ബോളിന് വലിയ സ്വീകാര്യതയുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഫുട്ബോൾ പ്രേമം ലോക പ്രശസ്തം തന്നെയാണ്. ഇന്ന് നിരവധി ഇന്ത്യൻ താരങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയും രാജ്യത്തിന്റെ അഭിമാനമായി മാറുകയും ചെയ്യുന്നു. ഒരു ഫുട്ബോൾ മത്സരം കാണുമ്പോൾ നാം സാധാരണയായി കളിക്കാരെയും ഗോളുകളെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ആ കളിയുടെ കേന്ദ്ര ബിന്ദുവായ പന്തിനെ കുറിച്ച് എത്ര പേർ ചിന്തിക്കാറുണ്ട്? 2010 ഫിഫ ലോകകപ്പിനായി അഡിഡാസ് കമ്പനി അവതരിപ്പിച്ച പന്താണ് ട്രിയോണ്ട. ലോകകപ്പ് ചരിത്രത്തിൽ ഉപയോഗിച്ചിരുന്ന പല പന്തുകളിൽ നിന്നും വ്യത്യസ്തമായി വെറും 8 പാനലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. ഇതിലൂടെ പന്ത് കൂടുതൽ വൃത്താകൃതിയിലാവുകയും വായുവിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഈ പന്തിന്റെ രൂപകൽപ്പനയിൽ ആഫ്രിക്കൻ സംസ്കാരത്തിന്റെ സ്വാധീനവും നമുക്ക് കാണാം. ട്രിയോണ്ട എന്ന പേര് ദക്ഷിണാഫ്രിക്കയിലെ വിവിധ ഭാഷകളിൽ നിന്നാണ് വന്നത്. അതിന്റെ അർത്ഥം ആഘോഷിക്കുക അല്ലെങ്കിൽ സന്തോഷം പങ്കിടുക എന്നതാണ്. ഒരു പന്ത് അത് വെറും തോലുകൊണ്ട് നിർമ്മിച്ച ഒരു വസ്തുവല്ല, അത് കോടിക്കണക്കിന് ഹൃദയങ്ങളുടെ സ്പന്ദനമാണ്. ഒരു ഗോൾ നേടുമ്പോൾ ഉയരുന്ന ആർപ്പോ വിളികളിലും പരാജയത്തിന് ശേഷം പൊഴിയുന്ന കണ്ണീരിലും ഫുട്ബോൾ എന്ന വികാരം ജീവിക്കുന്നു. ഫുട്ബോളിന്റെ ചരിത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. പുരാതന ചൈനയിലും ഗ്രീസിലും പന്തുകളി ഉണ്ടായിരുന്നുവെങ്കിലും ആധുനിക ഫുട്ബോളിന് ജന്മം നൽകിയത് ഇംഗ്ലണ്ടാണ്. 1863 നിയമങ്ങൾ രൂപം കൊണ്ടതോടെ ഒരു സാധാരണ കളി ലോകത്തിന്റെ ഏറ്റവും വലിയ കായികോത്സവമായി വളർന്നു. ഇന്ന് ഫുട്ബോൾ ഒരു കളിയല്ല, രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷകളെയും ഒന്നിപ്പിക്കുന്ന ഒരു പാലമാണ്. ഒരു മൈതാനത്ത് 11 കളിക്കാർ, എന്നാൽ അവിടെ കളിക്കുന്നത് 11 ശരീരങ്ങൾ മാത്രമല്ല, 11 സ്വപ്നങ്ങളാണ്. പെലെ എന്ന മാന്ത്രികൻ പന്തിനെ കവിതയാക്കി, മറഡോണ പന്തിനെ ഒരു വിപ്ലവമാക്കി, മെസ്സി പന്തുമായി നൃത്തം ചെയ്തു, റൊണാൾഡോ പന്തിന് ചിറകുകൾ നൽകി. ഓരോ ലോകകപ്പും ഒരു പുതിയ ചരിത്രം എഴുതുന്നു, ഓരോ ഗോളും ഒരു പുതിയ കഥ പറയുന്നു. ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കുന്നത് വിജയം ഒരാളുടേതല്ല, ഒരു ടീമിൻ്റെതാണെന്നാണ്. വീണാൽ എഴുന്നേൽക്കാനും തോറ്റാൽ വീണ്ടും പോരാടാനും സ്വപ്നങ്ങളെ പിന്തുടരാനും ഫുട്ബോൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. അതിനാൽ ഒരു കുട്ടി തെരുവിൽ പന്ത് തട്ടുമ്പോഴും ഒരു താരം ലോകകപ്പ് ഉയർത്തുമ്പോഴും അവരുടെ ഹൃദയങ്ങളിൽ ഒരേ വികാരമാണ് നിറയുന്നത്, ഫുട്ബോളിനോടുള്ള സ്നേഹം. കാരണം ഫുട്ബോൾ വെറും ഒരു കളിയല്ല, അതൊരു വികാരമാണ്, ഒരു സംസ്കാരമാണ്, ഒരു ജീവിത പാഠമാണ്. നന്ദി, നമസ്കാരം. ഫുട്ബോളിന്റെ ആവേശവും ഐക്യത്തിന്റെ സന്ദേശവും ലോകമെമ്പാടും പടർത്തുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ ആഘോഷ നിമിഷങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുകയാണ്. കളിക്കളത്തിലെ ഓരോ പാസും, ഓരോ ഗോളും, ഓരോ വിജയവും നമ്മെ പരിശ്രമത്തിന്റെയും കായിക മനോഭാവത്തിന്റെയും വില പഠിപ്പിക്കുന്നു.
ഈ ഫുട്ബോൾ ആവേശം നമ്മളിലും പുതിയ ഊർജവും പ്രചോദനവും നിറയ്ക്കട്ടെ. That's all for today. Hope you guys enjoyed this special program. Let the spirit of football inspire us to dream big, work hard, and play fair. This is RJ Sneha signing off from Amrita Kairili Vidya Bhavan School Radio, Shraddha. See you again with more exciting updates and stories. Until then, take care and keep smiling. Thank you and goodbye.